എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. രാവിലെ ആയിരുന്നാലും രാത്രി ആയിരുന്നാലും കഴിക്കാൻ പറ്റുകയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നൊരു നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ ദാ ഈ ഒരു റൊട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വേവിച്ചിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് മാറ്റാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ഈ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂൺ ജീരകവും നമ്മുടെ റൊട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇടിച്ച മുളകില്ലേ, നമ്മുടെ ചില്ലി ഫ്ലെക്സ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് അതിൽ നല്ലതുപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയത്ത് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ വേവിച്ച ഈ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നു ഈ മാവിലേക്ക്. അപ്പോൾ ഞാനിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ചെറിയ പാത്രമായതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് കുഴയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതേപോലെ ഈ പരന്ന സ്ഥലത്ത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ കൈവച്ച് കുഴയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഇതേപോലെ നല്ല രീതിക്ക് കുഴച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിക്ക് വേണം ഇത് മാവ് കുഴച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഏകദേശം 10 മിനിറ്റോളം സമയം നല്ല രീതിക്ക് മാവ് ഇതേപോലെ കുഴച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒരു 15 മിനിറ്റോളം സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. എത്രത്തോളം നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നു അത്രയും നമ്മുടെ ചപ്പാത്തിയുടെ മാവ് സോഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്കൊന്ന് അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്ക് മാവ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ഉരുള എടുക്കേണ്ടതാണ്. നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ചപ്പാത്തി വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം മാവ് വിതറി കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തിക്ക് പരത്തുന്നത് അതേപോലെ തന്നെ പരത്തേണ്ടതാണ്. പ്ലെയിനായിട്ട് നമ്മൾ പരത്തുമെങ്കിൽ അങ്ങനെയും പരത്താം, അതല്ലാന്നുണ്ടെങ്കിൽ 4ആയിട്ട് മടക്കി പരത്തുന്നെങ്കിൽ അങ്ങനെയും പരത്താം. എങ്ങനെ പരത്തിയാലും നമുക്ക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ പ്ലെയിനായിട്ടുള്ള രീതിയിലാണ് പരത്തുന്നത്. അപ്പോൾ ഇതേപോലെ പരത്തി എടുക്കേണ്ടതാണ്. പരത്തുന്ന സമയത്ത് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ 4 സൈഡും ഒരേപോലെ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഇത്ര വലിപ്പത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ തന്നെ നമുക്ക് പരത്തി വയ്ക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പരത്തി വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഒരേപോലെ നിന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ തവയിലേക്ക് നമ്മൾ ആദ്യം പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നെയ്യാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഭാഗം നല്ലതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതേ ഭാഗം വീണ്ടും നമുക്ക് ഇതേപോലെ നെയ്യ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തി രാത്രി ആയാലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ്. എനിക്കും എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കഴിക്കുന്നത്. അതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റൊട്ടി നമുക്ക് ഏത് കറിക്കൊപ്പവും കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ചിക്കൻ കറിക്കൊപ്പവും കഴിച്ചിട്ടുണ്ട്, ബീഫിൻ്റെ കൂടെയും കഴിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ആയിരുന്നാലും പൊട്ടാറ്റോ സ്റ്റൂ ആണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ടക്കറിയാണ്. മുട്ടക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചപ്പാത്തി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്.
എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ വരുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.